Where are you from? Kerala. Oh, nice. I love Malayalam film industry. Oh. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff I'm doing just for her. But I love Fafa, man. Papa. Fahad Fasil. Oh. Avesham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. രണ്ടായിരത്തി 2025 ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഓരോ സാധനങ്ങളും ഒന്നിനൊന്ന് വെച്ചാണ്. അപ്പോൾ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് എല്ലാം അത്യാവശ്യം നല്ല രീതിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണപ്പയൊന്നും കൂട്ടണ്ട, കണ്ണപ്പയൊക്കെ ഒഴികെ അതൊക്കെ പണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണല്ലോ. അത് ഒഴികെയൊക്കെ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ എല്ലാം നല്ലതായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിൻസ്മേര ജ്വൽസിൻ്റെ പരസ്യം പോലും യജാതി തീപ്പൊരി ഐറ്റമായിരുന്നു. എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടിട്ടില്ലാത്ത, കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള ലാലേട്ടൻ്റെ ഐറ്റംസാണ് ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വിൻസ്മേരയുടെ പരസ്യം, ഇന്നിപ്പോൾ സ്നേഹപൂർവ്വത്തിൻ്റെ ടീസർ. ആ ടീസർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ലാലേട്ടൻ്റെ മറ്റേ മുഖത്ത് കുറേ പരിപാടികളൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ. കാക്കക്കുയിൽ, അങ്ങനെ പണ്ട് പ്രിയദർശൻ്റെ സിനിമ, ഇതേ സത്യനന്ദിക്കാടിൻ്റെ പഴയ സിനിമകളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എക്സ്പ്രഷൻസ് വരുന്ന ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കാലം മുൻപ് വരെ. പ്രത്യേകിച്ച് പറഞ്ഞ ഒടിയൻ്റെ മുൻപ് വരെ അങ്ങനത്തെ ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു. ആ പഴയ ലാലേട്ടനെ മുഴുവനായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പുതിയ ലാലേട്ടൻ ഓൾമോസ്റ്റ് പഴയ ലാലേട്ടൻ്റെ ലെവലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെറിയ ടീസറിൻ്റെ ഉള്ളിൽ തന്നെ ലാലേട്ടൻ്റെ മുഖത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് വരണേ. കാണുമ്പോൾ ഭയങ്കര ആത്മനിർഭർ ഭാരത്, അത്രയും ഒരു സന്തോഷമുള്ള പരിപാടി. എന്തൊക്കെയായാലും ഇറങ്ങുന്ന എല്ലാ സാധനങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ്. 2025 ലാലേട്ടൻ തൂക്കി. മിക്കവാറും സത്യനന്ദിക്കാടിൻ്റെ സിനിമകളെ പറ്റി നമുക്കറിയാമല്ലോ. ഓവർ എക്സ്പെക്റ്റേഷനും ഭയങ്കര സൂപ്പർ അങ്ങനത്തെ സാധനങ്ങളൊന്നും സത്യനന്ദിക്കാടിൻ്റേതായിട്ട് വരാനില്ല. സത്യനന്ദിക്കാടിൻ്റെ ലാസ്റ്റത്തെ സിനിമയും അത്ര ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല. മകൾക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റത്തെ പടം. പിന്നെ ലാലേട്ടനും സത്യനന്ദിക്കാടും കൂടിയുള്ള ലാസ്റ്റത്തെ പടം അത്ര ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ലാലേട്ടനിൽ നിന്ന് ആളുകൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ലാലേട്ടൻ്റെ ഫാൻസ് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് ആ ടീസർ കാണുമ്പോൾ അറിയുന്നുണ്ട്. ഒരു പുതിയ ലാലേട്ടൻ്റെ പഴയ സത്യനന്ദിക്കാട് സിനിമ.